ഞാൻ അതിനകത്ത് സൗണ്ട് ഇതവരത്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പിടിച്ചു വലിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്, ഞാൻ മന്ത്രിയാന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അവർ മാനിച്ചിട്ടില്ല. അത് പ്രതിപക്ഷ നേതാവിനോട് എങ്ങനെയാണ് പെരുമാറിയെന്നുള്ളത് പിന്നെ നമ്മൾ കണ്ടല്ലോ, രാഹുൽ ഗാന്ധിയോട്. അപ്പോൾ പിന്നെ സ്വാഭാവികമാണ്. കേന്ദ്രമന്ത്രിയുമായുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് സംസ്ഥാനത്ത് നിന്ന് മന്ത്രി പി.സി. വിശ്വനാഥ് ഡൽഹിയിലെത്തിയത്. പക്ഷേ അദ്ദേഹം അവിചാരിതമായി സമരത്തിലേക്ക് എടുത്തെറിയപ്പെടുകയായിരുന്നു. വിശ്വനാഥിനെ ഇന്നലെ രാഹുൽ ഗാന്ധിയോടൊപ്പം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പി.സി. വിശ്വനാഥ് മീഡിയ വണ്ണോടൊപ്പം ചേരുന്നു. ഇന്നലെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? കാരണം പെട്ടെന്ന് ഓടി വന്ന് സമരത്തിലേക്ക് ചേരുന്ന ഒരു മീഡിയ വൺ വീഡിയോയൊക്കെ വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. അല്ല, ഞാൻ ഇന്നലെ രാവിലെ വന്നപ്പോൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻകൂട്ടി ലഭിച്ച അപ്പോയിൻമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് ഔദ്യോഗിക മീറ്റിങ്ങുകളുടെ ഭാഗമായിട്ട് ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കേരള ഹൗസിൽ നിൽക്കുന്ന സമയത്താണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ശ്രീ കെ.സി. വേണുഗോപാലും മറ്റ് എം.പിമാരും കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ അടക്കം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന ചെറുപ്പക്കാരുടെ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അവിടെ സമരത്തിരിക്കുന്നു എന്ന വിവരം അറിഞ്ഞത്. അപ്പോൾ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ നിന്ന് അവിടേക്ക് ഓടിയെത്തുകയായിരുന്നു. എന്നാൽ എനിക്ക് അവിടെ ആദ്യഘട്ടത്തിൽ സമര സ്ഥലത്ത് അടുത്തെത്തുമ്പോഴേക്കും തന്നെ എന്നെ പോലീസ് വളഞ്ഞ് ഇല്ല, എനിക്ക് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടും അനുവദിക്കാതെ അവർ ആദ്യവട്ടം കസ്റ്റഡിയിലെടുത്ത്. അല്ല, ഈ ആദ്യഘട്ട കസ്റ്റഡിയിലെടുത്ത് അങ്ങേ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും സമരത്തിലേക്ക് വരുന്നത് കാണുന്നുണ്ട്. ഞങ്ങളെ കുറച്ച് 5-6 പേരുണ്ടായിരുന്നു. അതിനകത്ത് 1-2 എം.പിമാരും പിന്നെ വേറെ 2-3 നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അല്ലാതെ കുറച്ച് പ്രവർത്തകരും ഉണ്ടായിരുന്നു. അവരെ എല്ലാവരെയും കൂടെ കുറച്ച് ദൂരം കൊണ്ടുപോയിട്ട് റോഡിൻ്റെ ഒരു സൈഡിൽ വണ്ടി നിർത്തി, പോലീസ് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. എന്നുവെച്ചാൽ ആ സ്ഥലത്തുനിന്ന് ആളുകൾ കൂടുന്നത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അവർ എന്നാണ് പിന്നെ മനസ്സിലായി. അതായത് കുറച്ച് ആൾക്കാർ ആദ്യം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നേതാക്കന്മാർ അവിടെ ഇരുന്ന് കഴിഞ്ഞു. പിന്നെ വരുന്നവർ അവിടെ നിന്ന് അല്ല, സംസ്ഥാനത്തുള്ള മന്ത്രിയാണെന്നുള്ള കാര്യം അറിയാതായിരുന്നു നടപടി ഉണ്ടായി. ഞാനൊക്കെ മിനിസ്റ്ററാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് സൗണ്ട് ഇതവരത്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പിടിച്ചു വലിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്, ഞാൻ മന്ത്രിയാന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അവർ മാനിച്ചിട്ടില്ല. അത് പ്രതിപക്ഷ നേതാവിനോട് എങ്ങനെയാണ് പെരുമാറിയെന്നുള്ളത് പിന്നെ നമ്മൾ കണ്ടല്ലോ, രാഹുൽ ഗാന്ധിയോട്. അപ്പോൾ പിന്നെ സ്വാഭാവികമാണ്. കുറച്ച് ദൂരം കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു എല്ലാവരും പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് വീണ്ടും ഞങ്ങൾ ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരികയായിരുന്നു. വന്ന് പിന്നീട് സമരത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇരുന്നു. 2-3-4 മണിക്കൂറോളം ആ സമരത്തിൻ്റെ ഭാഗമായിട്ടിരുന്നു. അതിൻ്റെ ഇടയിൽ കേന്ദ്രമന്ത്രി ചർച്ചയ്ക്ക് വന്നു. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ആവശ്യം പറഞ്ഞു, രാജിവെക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ധർമ്മേന്ദ്ര പ്രധാൻ കുട്ടികൾക്കെതിരായി എടുത്ത കേസുകൾ പിൻവലിക്കണം, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ. ഇന്നലെ ഈ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം രാഹുൽ ഗാന്ധിയോടൊപ്പം ഛത്രസാൽ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. രാത്രി അവിടെ നടന്ന നാടകീയ സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇല്ല, അവിടുന്ന് ഞങ്ങൾ പിന്നെ ഇവിടുന്ന് പെട്ടെന്നാണല്ലോ, സഡനായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ഈ കേന്ദ്രസേന, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, ദില്ലി പോലീസ് എല്ലാവരും കൂടെ വന്ന് മുഴുവൻ ആളുകളെയും റിമൂവ് ചെയ്യാൻ ബലം പ്രയോഗിച്ച് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധി അടക്കം ബലം പ്രയോഗിച്ച് വലിച്ചഴിച്ചാണ് കൊണ്ടുപോയത്. പിന്നെ നമ്മളെല്ലാം അവിടുന്ന് ഈ പറഞ്ഞ ഛത്രസാൽ സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയി അവിടെ ഡീറ്റെയിൻ ചെയ്തു. അവിടെയും മണിക്കൂറുകൾ അവിടെ വെച്ചിരുന്നു. രാത്രിയിൽ വൈകിയപ്പോൾ ഡിറ്റൻഷൻ അവസാനിച്ചു. അവിടുന്ന് പോകാം എന്ന് പറഞ്ഞ് ഇടുകയായിരുന്നു. അവിടെ പിന്നീട് അഖിലേഷ് യാദവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴേക്കും വീണ്ടും ഒരു സംഘർഷത്തിൻ്റെ സാധ്യതയുണ്ടായി. പക്ഷേ എല്ലാ നേതാക്കന്മാരും സമയോചിതമായി ഇടപെടലുകൾ നടത്തിയിട്ടാണ് സംഘർഷം ഒഴിവാക്കി പിന്നെ അവിടെ നിന്ന് എല്ലാവരും പുറത്തേക്ക്